ദേശദ്രോഹികളിൽ നിന്നും കേരളത്തെ സംരക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. NDA സംസ്ഥാന ജനപ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അമിത് ഷാ ഇക്കാര്യം പറഞ്ഞത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP വരുമെങ്കിൽ പത്മനാഭസ്വാമിക്ക് മുന്നിൽ ദർശനം നടത്തി വണങ്ങുമെന്ന് പറഞ്ഞിരുന്നുവെന്നും ഇന്നത് താൻ ചെയ്തെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ താമര വിരിയിക്കുക എളുപ്പമായിരുന്നില്ല. BJPയുടെ കയ്യിൽ ഭരണമില്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ ആത്മസമർപ്പണമായിരുന്നു. കേരളത്തിൽ വലിയ വിജയമാണ് നേടിയത്. ലക്ഷ്യത്തിലേക്ക് ഇനിയും പടികളുണ്ട്. കേരളത്തിൽ BJP മുഖ്യമന്ത്രി ഉണ്ടാകണമെന്നതാണ് ലക്ഷ്യം. ദേശദ്രോഹികളിൽ നിന്നും കേരളത്തെ സംരക്ഷിക്കണം, വിശ്വാസത്തെ സംരക്ഷിക്കണം. മോദിയുടെ നേതൃത്വത്തിലുള്ള BJPക്ക് മാത്രമേ ഇക്കാര്യങ്ങളെല്ലാം നടത്താൻ സാധിക്കൂ. 2047 വികസിത ഭാരതമാക്കി മാറ്റും. കേരളത്തിലെ വികസനം നിലവിൽ സ്തംഭന അവസ്ഥയിലാണ്. LDFും UDFും അഴിമതി അവസാനിപ്പിക്കുമെന്ന് പറയുമെങ്കിലും ഒന്നും ചെയ്യില്ല. വിശ്വാസം സംരക്ഷിക്കാൻ LDFിനും UDFിനും സാധിക്കില്ല. കേരളത്തിൽ നിശ്ചയമായും BJP അധികാരത്തിൽ വരും. ഇന്ന് തിരുവനന്തപുരത്ത് BJP മേയറെ നമ്മൾ കാണുന്നു. ഇനി BJP മുഖ്യമന്ത്രിയെ കാണും. ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച സ്വർണം കേരളത്തിന് മാത്രമല്ല രാജ്യത്തെ വിശ്വാസ സമൂഹത്തെയാണ് ബാധിച്ചതെന്നും അമിത് ഷാ വ്യക്തമാക്കി. കൂടാതെ LDFും UDFും തമ്മിലുള്ള മാച്ച് ഫിക്സിംഗ് വർഷങ്ങളായും വികസന സ്തംഭനത്തിലേക്ക് നയിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ രണ്ട് മുന്നണികൾക്കിടയിൽ അധികാരം മാറി മാറി വരുമ്പോൾ ഭരണ മുൻഗണനകൾ വലിയ തോതിൽ മാറ്റമില്ലാതെ തുടരുന്നു. ഇത് അടിസ്ഥാന സൗകര്യ പദ്ധതികൾ വൈകുന്നതിനും നയപരമായ ജഡത്വത്തിനും സാമ്പത്തിക അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനും കാരണമാകുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വികസന കേന്ദ്രീകൃതമായ ഒരു മൂന്നാം ഓപ്ഷൻ വോട്ടർമാർക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ അടഞ്ഞ രാഷ്ട്രീയ ചക്രത്തെ തകർക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യമെന്നും ഷാ വാദിച്ചു. BJPയുടെ ആത്മവിശ്വാസം അടിസ്ഥാനരഹിതമല്ലെന്ന് തിരഞ്ഞെടുപ്പ് ഡേറ്റ സൂചിപ്പിക്കുന്നുണ്ട്. NDAയുടെ വോട്ട് വിഹിതം 2001 ഏകദേശം 3% 2016നും 2021നും ഇടയിൽ 12 മുതൽ 15% ക്രമാനുഗതമായി വർദ്ധിച്ചു. ഈ വളർച്ച ആനുപാതികമായി നിയമസഭാ സീറ്റുകളിലേക്ക് മാറിയിട്ടില്ലെങ്കിലും ആവർത്തിച്ചുള്ള പരാജയങ്ങൾക്ക് ശേഷവും പാർട്ടിയുടെ സംഘടനാ അടിത്തറ കേടുകൂടാതെയായിരിക്കുന്നു. കേരളത്തിലെ നഗരപ്രദേശങ്ങളിലാണ് ഏറ്റവും വ്യക്തമായ ലക്ഷണങ്ങൾ കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ BJPയാണ് പ്രധാന പ്രതിപക്ഷമായി ഉയർന്നു വന്നത്. ഏറ്റവും പുതിയ മത്സരത്തിൽ 101 വാർഡുകളിൽ 50 ഇടം നേടി. ആദ്യമേറെ തിരഞ്ഞെടുത്തതിന്റെ ചരിത്രം അവർ അടയാളപ്പെടുത്തുന്നു. 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും BJP NDA സഖ്യം 23% ഏകീകൃത വോട്ട് വിഹിതം മറികടന്നു. നഗരപ്രദേശങ്ങളിലെ വോട്ടർമാർ, പ്രത്യേകിച്ച് യുവാക്കൾ, അവരുടെ വികസന വിവരണത്തോട് കൂടുതൽ സ്വീകാര്യമാണെന്ന് വിശ്വാസം ശക്തിപ്പെടുത്തി. 79 ഗ്രാമപഞ്ചായത്തുകളിൽ BJP 2ാം സ്ഥാനത്തെത്തി. ഇതെല്ലാം കാണിക്കുന്നത് BJP വെറും നഗര കേന്ദ്രീകൃതമല്ല എന്നാണ് അമിത് ഷാ ചൂണ്ടിക്കാട്ടി. അമിത് ഷായുടെ സന്ദർശനം ഉടനടിയുള്ള തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെ കുറിച്ചല്ല, മറിച്ച് സംഘടനാപരമായ സൂചനകളെ കുറിച്ചാണ്. കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പ് സൈക്കിളുകളിൽ നിന്നും ശേഖരിച്ച ഡേറ്റ ഉപയോഗിച്ച് NDA നേതാക്കളുമായും സംസ്ഥാന പ്രവർത്തകരുമായും അദ്ദേഹം നടത്തുന്ന ആശയവിനിമയങ്ങൾ സ്ഥാനാർത്ഥി തന്ത്രങ്ങൾക്ക് അന്തിമ രൂപം നൽകുന്നുവെന്നും ബൂത്ത് തല ആസൂത്രണം മൂർച്ച കൂട്ടുമെന്നും പ്രതീക്ഷിക്കുന്നു. ആ അഭിലാഷം സീറ്റുകളായി മാറുമോ എന്ന് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. പക്ഷേ ഷായുടെ സന്ദേശം വ്യക്തമായിരുന്നു. BJP ഇനി കേരളത്തെ ഒരു പ്രതീകാത്മക യുദ്ധക്കളമായി കാണുന്നില്ല, മറിച്ച് അത് പൂർത്തിയാക്കാത്ത ഒരു രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് കാണുന്നത്. അത് നേടിയെടുക്കുന്നതുവരെ പോരാടാൻ തയ്യാറാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.